ചാതുർവർണ്ണ സമ്പ്രദായത്തിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ജാതി വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് അയിത്തത്തോടൊന്നുള്ള താല്പര്യം കൊണ്ടല്ല, അയിത്തോച്ചാടനം അദ്ദേഹമാണ് തുടങ്ങിയത്. അത് അയിത്തോച്ചാടനം കുറ്റകരമാണ് നമ്മുടെ ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ സാഹോദര്യം, ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് സാമ്പത്തിക ശ്രേണിയായാലും സാഹോദര്യം എന്നുള്ളത് അദ്ദേഹം മാനവികമായി ഉയർത്തിപ്പിടിച്ച കാര്യമാണ്. അതും ഭരണഘടനയിലെ ഫ്രട്ടേണിറ്റി എന്ന പ്രിയാമ്പിൽ തന്നെ ആ വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഏതെങ്കിലും ജാതിയെ മാറ്റി നിർത്താനോ ജാതിയെ മോശമാക്കണോ എന്ന് ആഗ്രഹമില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ 33 കേന്ദ്രങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു. 5 തവണയാണ് വന്നത്. 1920-ലും 25-ലും 34-ലും 36-ലും 37-ലും വന്നു. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് 2ാമത്തെ സന്ദർശനത്തിനാണ് ശ്രീരാമഗുരുവുമായി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ ശ്രീഗുരുതി അദ്ദേഹം 2 തവണ കൂടി വന്നു. ഗുരുദേവനുമായി കണ്ട ദിവസം അദ്ദേഹം അവിടെ രാത്രി താമസിക്കുകയും അടുത്ത ദിവസം രാവിലെ അദ്ദേഹം വിപുലമായ ഒരു ജനവിഭാഗത്തോട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തതായി ചരിത്രം പറയുന്നുണ്ട്. ഡീറ്റെയിൽസൊക്കെ ഞാൻ കിടക്കുന്നു. അപ്പൊ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫോംഡ് എന്നാണ്. ജീവിതം തന്നെ പരിപൂർണമായും പരിവർത്തനം ചെയ്യപ്പെട്ടതെന്നാണ്. മാവിലെ ഇലകളെ പറ്റി ഇവിടെ ഗുരു പറയുകയുണ്ടായി. പല ജാതി നിലനിൽക്കുന്നതിനെ സാധൂകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗാന്ധിജി ശ്രീനാരായണ പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാട് ഗാന്ധിജിക്കറിയാം. അപ്പോ ഒരു മാവിൽ പലതരം വലിപ്പമുള്ള ഇലകളുണ്ട്. അതുകൊണ്ട് മനുഷ്യർ പലതരക്കാരായ മനുഷ്യരുള്ള കാലത്തോടെ പല ജാതികളും ഉണ്ടാകുന്നു പറയുക. ഇവിടെ പറഞ്ഞുകൊണ്ട് തന്നെ പക്ഷെ എല്ലാ ഇലകളുടെയും സാരാംശം അതിന്റെ സ്വാദൊന്നു തന്നെയാണ്. പല മതമേകസാരമാമെന്ന് ദൈവദശകത്തിൽ അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു ഫിലോസോഫിക്കലായി ശ്രീനാരായണ ഗുരു കുറച്ചുകൂടി ഗാന്ധിയേക്കാൾ മുകളിൽ നിൽക്കാൻ പ്രപഞ്ചാന്വേഷണത്തിന്റെ സത്യത്തിൽ ശ്രീനാരായണ ഗുരു മുകളിലാണ്. രാഷ്ട്രീയ മാറ്റങ്ങളുടെ ആ അവസ്ഥ നോക്കുമ്പോൾ ഗാന്ധിജി മുമ്പിലാണ്. 2 മാനവരാശിക്ക് ഒരുപോലെ ആവശ്യമാണ്. അവർ രണ്ടുപേരും തമ്മിൽ ആ കാര്യത്തിൽ പരസ്പരം ബോധ്യപ്പെടാനും യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഓരോ മഹാത്മാവിനും ആ മഹാത്മാവിന്റെ സവിശേഷത കാണും, വൈരുദ്ധ്യങ്ങളും കാണും എന്നുള്ളതാണ്. ദ ഹീറോസ് ആൻഡ് ഹീറോവർഷിപ്പ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട്. ജർമ്മൻ തത്വശാസ്ത്ര ഫിലോസഫറായിരുന്ന ഒരു മഹാനായ മനുഷ്യനാണ് എഴുതിയിട്ടുള്ളത്, തോമസ് കാർലൈൽ. അതുപോലെ ലോകത്ത് അതുവരെ ഉണ്ടായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ നായകന്മാരെ പറ്റി 6-8 പേരെ പറ്റിയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ജർമ്മനിയിൽ തന്നെ ജനിച്ച കാർൽ മാർക്സ് ലോകത്തെ ഏറ്റവും വലിയ ദാർശനികനും വിപ്ലവകാരിയുമാണെങ്കിലും ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തോട്, വൈരുദ്ധ്യാദർശ ഭൗതികവാദത്തോട് ഈ പറയുന്ന എഴുത്തുകാരന് താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ അതിനകത്തുള്ളൂ. അത് ഗാന്ധിജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് 9 പേര്. എബ്രഹാം ലിങ്കനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മുഹമ്മദ് നബിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്ന മധ്യകാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഫ്രാൻസിലെ വീരവനിതയായ ജോവൻ ഓഫ് ആർക്ക് ജീവനോട് അവരെ എന്ന ഭരണാധികാരികൾ ദഹിപ്പിച്ചുകളാം. അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെപ്പോളിയനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഗാന്ധിജിയുണ്ട്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വെളിയിലും ഗാന്ധിജി അങ്ങേയറ്റം പഠിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ വിശ്വപൗരനായിരുന്നു അദ്ദേഹം. നമ്മളിപ്പോ എവിടെങ്കിലും 2 രാജ്യത്ത് അംബാസഡറായി കഴിഞ്ഞാൽ ഉടനെ വിശ്വപൗരൻ എന്ന് പേരെ കൊടുക്കുന്നുണ്ടല്ലോ. ചിരിക്കാൻ വേണ്ടി നമുക്ക് തെറ്റായ കാര്യമാണ്, ഇത് സ്വീകരിക്കാൻ പാടില്ല. ചിന്തിക്കാൻ നമുക്ക് കഴിവുള്ളത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല രാഷ്ട്രീയക്കാരായി പോകുന്നത്. അതാണ് പ്രശ്നം. രാഷ്ട്രീയക്കാരനായി പോയാൽ ഇപ്പോൾ സത്യം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നമ്മളിതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സത്യം പറയാം എല്ലാവരും. കാരണം ഒരു പാർട്ടിയെ പറ്റിയല്ല,
പത്രക്കാർക്കുള്ള ഏറ്റവും വലിയ ദൗർബല്യം ഞാൻ CPM പറ്റി പറഞ്ഞതാണ്. എനിക്കതിലാണ് വിമർശനം. ഞാനും ഒരു പാർട്ടിയെ പറ്റി എല്ലാ പാർട്ടിയെ പറ്റി ഞാൻ ഒരിക്കലും ആക്ഷേപം പറഞ്ഞിട്ടില്ല, പറയുന്ന പ്രശ്നവും ഞാനില്ല. അന്ന് ആലപ്പുഴ പത്രക്കാരുടെ ആ ഒരു തെറ്റത്തിനുള്ള ട്രിവാൻഡ്രത്തുകാർ ആവത്തേക്ക് തന്നെ ഞാൻ വരും. ഞാൻ പറയുന്നത് നമുക്ക് പറയേണ്ട അഭിപ്രായം പറയണ്ടേ. വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യങ്ങളിലെങ്കിലും ഐക്യരാഷ്ട്ര അസംബ്ലിയുടെ ഉദ്യോഗസ്ഥനല്ല വിശ്വപൗരൻ. അത് ഒരിക്കലും വിശ്വപൗരനാവില്ല. അത് ശമ്പളത്തിനും പൊസിഷനും വേണ്ടി ജോലിയെടുക്കുന്നതാണ്. ആരായാലും ശരി, അത് ആവശ്യമായിരിക്കും. നെഹ്റു വിശ്വപൗരനായിരുന്നു, ഡോക്ടർ രാധാകൃഷ്ണൻ വിശ്വപൗരനായിരുന്നു, ടാഗോർ വിശ്വപൗരനായിരുന്നു, മഹാത്മാഗാന്ധി വിശ്വപൗരന്മാരിൽ വിശ്വപൗരനായിരുന്നു. അങ്ങനെ കുറച്ചധികം ആളുകൾ ലോകത്തുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതായി വരുന്ന പേരാണ് മഹാത്മാഗാന്ധിയുടെ പേര്. ശ്രീനാരായണ ഗുരു അതുപോലെ വിശ്വപൗരനുണ്ട്. എന്തുകൊണ്ട് ആ പേര് അങ്ങനെ ലോകത്തറിയപ്പെടുന്നില്ല? ഒന്നാമത് അദ്ദേഹം ഒരു ചെറിയ ഭാഷ മലയാളം സംസാരിക്കുന്ന ആളാണ്. രണ്ടാമത് ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ പൗരതുള്ളി രക്തം പോലും എഴുത്താതി മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ചരിത്രം എഴുതുന്നവരുടെ മുമ്പിൽ ശ്രീനാരായണ ഗുരു താഴ്ന്ന ജാതിക്കാരനാണ്, ഒരു എഴുത്തത്. അല്ലെങ്കിൽ വിശ്വപൗരനാണല്ലോ. അദ്ദേഹത്തിന്റെ അറിവും അദ്ദേഹത്തിന്റെ ആർജവവും അദ്ദേഹത്തിന്റെ പ്രായോഗികമായിട്ടുള്ള ജീവിത ഉപദേശങ്ങളുമൊക്കെ ഇന്ത്യയിൽ എത്ര പേര് ഇതുപോലെ ചെയ്തിട്ടുണ്ട്? എത്രയെത്ര സാമൂഹ്യ വിപ്ലവകാരികളെ അദ്ദേഹം വാർത്തെടുത്തു. സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, നമ്മുടെ ആലപ്പുഴ ജില്ലക്കാരനായിട്ടുള്ള TK മാധവൻ, ഇവരൊക്കെ അദ്ദേഹം വാർത്തെടുത്തതല്ലേ. സരോജിനി നായിഡുവിനെ, വാനമ്പാടി എന്ന് വിളിക്കപ്പെട്ട സരോജിനി നായിഡുവിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായി കവിയായി വാർത്തെടുത്തത് മഹാത്മാഗാന്ധി.